എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യയുടെ എരിശ്ശേരിയാണ്. മത്തൻ എരിശ്ശേരിയാണ്. ഓണസദ്യക്ക് പറ്റിയ ഒരു എരിശ്ശേരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തുക. കൂടെ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പീസ് മത്തൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഈ തോല് കളയാതെ തന്നെ കട്ട് ചെയ്തിടാം. ഞാനിവിടെ തോല് കളഞ്ഞിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തൻ ഇതേമാതിരി കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു കടായിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചില സ്ഥലത്ത് മുളക് പൊടി ചേർക്കാറില്ല. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വേകാൻ അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം. എരിശ്ശേരി വയ്ക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അത് വെന്തോട്ടെ. ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3/4 മുറി തേങ്ങ ചിരവിയതുണ്ട്. വലിയ 3/4 മുറി. അതിലെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മത്തൻ ഒരു 1/2 കിലോൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും തേങ്ങ മതി. ചെറിയ തേങ്ങനെ ഒന്നെടുക്കാം. പകുതി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. പകുതി ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വറുത്തിടാൻ വേണ്ടിയാണ്. അതിലേക്ക് 1/2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാവാതെ ഒന്ന് അരച്ചെടുക്കണം. തരിതരിപ്പായിട്ട് ഇതുപോലെയാണ് എരിശ്ശേരിക്ക് അരച്ചെടുക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മത്തനൊക്കെ ഏകദേശം ഇതുപോലെ വെന്തിട്ടുണ്ട്. നന്നായി ഉടഞ്ഞു പോകരുത്. ഇതിൻ്റെ ഫിനിഷിങ് ആകുമ്പോഴേക്കും അങ്ങനെ ഒരുപാട് വഴുവഴുപ്പ് പോലെ ആയിപ്പോവും, കട്ടിയായിപ്പോവും. അപ്പോൾ അരച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ തേങ്ങയുടെ അരപ്പെല്ലാം നമ്മളതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഒരു കുറുകിയ പരുവത്തിലാവും. എല്ലാവർക്കും അറിയാം. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് അതിലേക്ക് വേണ്ടി വന്ന് ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള വറുത്തിടുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് മൂത്ത് അതിൽ കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരി. ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ആ തേങ്ങ ഇട്ടെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തേങ്ങ വറുത്തെടുക്കണം. നല്ല ചുവന്ന നിറം ആകുന്നവരെ വറുത്ത് എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 തണ്ട് കരിവേപ്പില ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ മത്തൻ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മത്തനും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മത്തനൊക്കെ നന്നായി എല്ലാം ഒന്ന് വെന്ത് ശരിക്കും ഒരു എരിശ്ശേരി പരുവത്തിലായിട്ടുണ്ട്. ഇത് ഇലയിൽ ഒഴിച്ചാൽ ഇലയുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ചില കറികളിങ്ങനെ വെള്ളം ഓർന്ന് കിടക്കും. ഇതുപോലെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ മത്തന് ഒരു ചെറിയ മധുരമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
മധുരമില്ലാത്ത മത്തനാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ ചെറിയൊരു പീസ് വെല്ലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ എനിക്ക് മധുരം നന്നായിട്ട് അത്യാവശ്യം ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉഴുന്ന് പരിപ്പും കടുകൊക്കെ ഇട്ട് ഇതുപോലൊന്ന് വറുത്തെടുക്കുക. ഈ ഓണത്തിന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണേ. പിന്നെ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.